രാധാകൃഷ്ണൻ സാർ ഒരു വൈസ് ചാൻസലർ ആയിരുന്ന ആളാണല്ലോ. വൈസ് ചാൻസലർ ആയിരിക്കുമ്പോൾ വൈസ് ചാൻസലർക്ക് രാഷ്ട്രീയം പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയമില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ സർവകലാശാലകളിലേക്ക് സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കോ ആളുകളെ എടുക്കുമ്പോൾ അവിടെ BJP RSS ബന്ധമുള്ളവർ വരാൻ പാടില്ല. ഇങ്ങനൊരു നിയമമുണ്ടോ? അല്ല, അങ്ങനൊരു നിയമമില്ല എന്ന് മാത്രമല്ല. അപ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്ക് ഈ പദവികളിൽ വന്നിരിക്കാൻ അർഹതയുണ്ടോ? അല്ല, അവർക്ക് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സുകാരൻ വന്നാലും മാർക്സിസ്റ്റുകാരൻ അല്ല, അപ്പോൾ പ്രശ്നമില്ല. മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ, കോൺഗ്രസിൻ്റെ ആൾക്കാർ, കേരള കോൺഗ്രസിൻ്റെ ആൾക്കാർ, അങ്ങനെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവർ ഈ പദവികളിൽ വന്നുകൂടിങ്ങിട്ട് കാലം എത്രയായി. പിന്നെന്താ ഇപ്പോൾ ഒരു വിവാദം? കാരണം ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ അക്കാദമിക രംഗം അടക്കി ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർക്കത് നഷ്ടപ്പെടുകയാണ്. അത് ചെറിയ കാര്യമല്ല. കാരണം ഈ സാംസ്കാരിക രംഗം അടക്കി ഭരിക്കുന്നതുകൊണ്ടാണ് സാഹിത്യകാരന്മാർ അവരുടെ കൂടെ നിൽക്കുന്നത്. അതിൻ്റെ സാഹിത്യകാരന്മാർക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ അവരാണ് സാംസ്കാരിക രംഗം അടക്കി ഭരിക്കുക. ലൈബ്രറി അവരുടെ കൂടെയാണ്, സാഹിത്യ അക്കാദമി, സംഗീതം, ഇങ്ങനെ എല്ലാത്തിടത്തും അവരുടെ ആൾക്കാരാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്കും സർവൈവൽ ഇല്ല, അവാർഡ് കിട്ടത്തില്ല, പ്രശസ്തി കിട്ടില്ല, പുസ്തകം വിറ്റുപോകില്ല. ഇതൊക്കെയാണ് കാരണം. ലൈബ്രറിയിൽ പുസ്തകം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പുസ്തകങ്ങളെ എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് അക്കാദമിക രംഗവും. അപ്പോൾ അക്കാദമിക രംഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമഗ്രാധിപത്യം നിലനിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. വേണ്ട, ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞുതരാം. B. ഇക്ബാൽ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, വൈസ് ചാൻസലറായിരുന്നു. ഡോക്ടർ B. ഇക്ബാൽ ഒന്നാമത്തെ ഡോക്ടറായിരുന്നു. രാജൻ ഗുരുക്കൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇപ്പോഴും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിലുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി പോയിരുന്ന രാജൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ആരാണ് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർ പോയിരിക്കുന്നത്? ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റികളിൽ വന്നിട്ടുള്ളവർ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരല്ലേ? കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ വരുന്ന സമയത്ത് ഇത് ഒരു കുഴപ്പമില്ല. കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയം വരും. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. അല്ല, ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർക്കല്ല ഈ സാറ് പറഞ്ഞത് ശരിയാണ്, കമ്മ്യൂണിസ്റ്റുകാർക്കാണ് സങ്കടവും പരവേശവും വെപ്രാളവും. കാരണം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം എൻ്റെ ഇതിൽ എന്ന് വെച്ചാൽ ഇവരെപ്പോഴും അക്കാദമിക രംഗം ഇവരുടെ കൈപ്പിടിയിലായിരുന്നു. അവർ തീരുമാനിക്കും. അങ്ങനെയാണ് വ്യാജ PhD-കാരും വ്യാജ ഡിഗ്രിക്കാരും ഒക്കെ വന്നത്. ഈ അക്കാദമിക രംഗത്തെല്ലാം ഇവർ പാർട്ടിക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. പാർട്ടി സഹാക്കളുടെ ഭാര്യമാരല്ല അവിടെ ഇരിക്കുന്നത്. ഒന്ന് എല്ലാം അണ്ടർ ക്വാളിഫൈഡാണ്. MB രാജേഷിൻ്റെ ഭാര്യ എത്രണ്ണത്തിൻ്റെ ഇരിക്കണം, ഞാൻ പേര് പറയുന്നില്ല. എല്ലാത്തിൻ്റെയും ഭാര്യമാർക്ക് ഈ സർവകലാശാലകളിൽ ജോലി കൊടുക്കുകയാണ്. അല്ല, ഇവരുടെ പലരുടെയും PhD പോലും സംശയാസ്പദമാണ്. അല്ല, ആണല്ലോ. PhD പോലും അല്ല, PhD ആണല്ലോ. ഇവരുടെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന സുനിൽ P. ഇളയിടം, അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം പോലും കോപ്പിഡി ആയിരുന്നു എന്നുള്ള അലിഗേഷനുണ്ട്. അത് അലിഗേഷനുണ്ട്, അങ്ങനെ ഒരു അലിഗേഷനുണ്ട്. അതിൽ വസ്തുതകളുണ്ടെന്നാണ് അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അലിഗേഷനുണ്ട്. അപ്പോൾ കോപ്പി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അക്കാദമിക രംഗത്ത്, ഞാൻ ചോദിക്കട്ടെ, അക്കാദമിക രംഗത്തുള്ളതല്ലേ ഈ സുനിൽ P. ഇളയിടം, അക്കാദമിക രംഗത്തുള്ള ഇവരുടെ സഹാക്കളല്ലേ ഈ സിൻഡിക്കേറ്റിലും സെനറ്റിലും എല്ലാം പോയിരിക്കുന്നത്. അപ്പോഴൊന്നും കുഴപ്പമില്ലേ? അല്ല, എനിക്ക് തോന്നുന്നു ഒരു കാര്യം, ഈ ഇതിലെടുത്ത് വെച്ചിരിക്കുന്നവർക്ക് ഈ ഇതിനകത്തുള്ള യോഗ്യത ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതെ, അവർക്ക് നിശ്ചിത ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ പ്രമീളയാണ്, ഡോക്ടർ പ്രമീള ദേവിയാണ്. ഷീസ് എ റൈറ്റർ, ഹാസ് ബീൻ ടീച്ചിങ്, ഇംഗ്ലീഷ് അധ്യാപികയാണ്. അവർ പല സർവകലാശാലകളിലും പോയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഒരു സെനറ്റിൽ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിലോ വന്നിരിക്കാനുള്ള യോഗ്യത അവർക്കുണ്ടല്ലോ. പിന്നെ അവർ മാർക്സിസ്റ്റ് പാർട്ടി, അവരൊരു BJP-കാരിയാണ്. അതെ, അതിനെന്താ പ്രശ്നം? മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് പോയിരിക്കാമെന്നുണ്ടെങ്കിൽ BJP-കാർക്ക് പോയിരിക്കാൻ പാടില്ലേ? മാർക്സിസ്റ്റുകാരിരിക്കാം, കോൺഗ്രസിലിരിക്കാം, കേരള കോൺഗ്രസിലിരിക്കാം, ലീഗിനിരിക്കാം. BJP-ക്കാരും RSS-കാരും മാത്രം
എല്ലാ മേഖലകളിൽ നിന്നും തുടച്ച് മാറ്റി നിർത്തപ്പെടണം. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇക്കാലം അത്രയും ചെയ്തുകൊണ്ടിരുന്നതാണ്, അതിന് മാറ്റം വരുന്നു. അതിന് മാറ്റം വരുന്നു എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് കാർക്ക് അക്കാദമിക രംഗത്ത് ഉണ്ടായിരുന്ന സമഗ്രാധിപത്യം കണ്ണൂരിൽ പാർട്ടി തകരുന്ന രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ പറയുന്നവർ വി സിമാരായിട്ട് വരുന്നില്ല, ഇവർ പറയുന്നവർ സിൻഡിക്കേറ്റിലും സെനറ്റിലും വരുന്നില്ല, ഇവർ പറയുന്നവർക്കല്ല ഇത്തരം കാര്യങ്ങളിൽ ഇത് വരുന്നത്. അല്ല സാർ, എനിക്ക് വിചിത്രമായി തോന്നിയ ഒരു കാര്യം എന്നറിയോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കാരണം 30 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 30 ലക്ഷം ആളുകൾ BJP മിനിമം 30 ലക്ഷം ആളുകൾ BJPക്ക് വോട്ട് ചെയ്യാത്ത BJP അനുഭാവികളുണ്ടാവും, ധാരാളമുണ്ട്. ഒരു ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും വരും. കാരണം എങ്ങാനും പിണറായി വന്നാലോ എന്ന് കരുതിയിട്ട് വോട്ട് മാറിക്കുത്തിയവരുണ്ട്, അവരെ നമ്മൾ കാണണം. അത് മാറ്റി നിർത്താം. 30 ലക്ഷം ആളുകളുണ്ട്. ഈ 30 ലക്ഷം ആളുകളും ടാക്സ് കൊടുക്കുന്നവരാണ്. അവരുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന വേദിയിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ മാത്രം വരാൻ പാടില്ല എന്ന് പറഞ്ഞാലോ? അല്ല, ഞാൻ പറയുന്നത് ഇതിനകത്ത് ബേസിക് ക്വസ്റ്റ്യൻ രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധമുള്ളവർ വരണോ വേണ്ടയോ എന്നുള്ളതാണ്. അതാണ് ബേസിക് ക്വസ്റ്റ്യൻ. അത് ഏത് രാഷ്ട്രീയം എന്നുള്ളത് രണ്ടാമത് വരുന്നതാണ്. അതെ, രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളവർ അക്കാദമിക ബോഡികളിൽ വന്ന് അവർ ആധിപത്യം പുലർത്തുന്നത് തെറ്റാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അഭിപ്രായമില്ല. ഇല്ല, ഞങ്ങളുടെ പാർട്ടിക്കാരെ വരാവുള്ളൂ. അതാണ്, മറ്റുള്ളവർ വരാൻ പാടില്ല എന്നുള്ളതിലാണ് ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇവരെ ഞാൻ ഇത് വരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ 90% അധ്യാപകർ, 90% വിദ്യാർത്ഥികൾ, 90% നോൺ ടീച്ചിങ് സ്റ്റാഫ് ഒക്കെ സഖാക്കളായിരുന്നു എല്ലാവരും. അവിടെയാണ് ഞാൻ ഒരു സഖാവല്ലാത്തൊരാൾ പോയിട്ട് VC ആയത്. അവർ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ പേടിച്ചാൽ ഒളിക്കാൻ കാടില്ല എന്നുള്ളത് കൊണ്ട് ഞാനങ്ങ് പേടിച്ചില്ല, ഇനിയും പേടിക്കില്ല. അല്ലാതെ എന്താ ഇവർക്കുള്ളത്? സാംസ്കാരിക രംഗം ഇവർ ഭരിക്കുകയല്ലേ. ഇവർ ഭരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇല്ലേ? ആ ജനാധിപത്യ ബോധം ഈ സാംസ്കാരിക രംഗം ഭരിച്ചിരുന്ന ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? അങ്ങനൊരു ജനാധിപത്യ ബോധം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയും വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്നൊരു പ്രസ്ഥാനമല്ലേ BJP. ആ BJPയിൽപ്പെട്ട അല്ലെങ്കിൽ സംഘപരിവാറിൽപ്പെട്ടവർക്ക് കൂടി സാഹിത്യ അക്കാദമിയുടെ വേദികളിൽ സ്ഥാനം കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും അവരുടെ കാശും കൂടെ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അല്ല, അതെ, ഈ ജനാധിപത്യത്തെക്കുറിച്ച് ചുമ്മാ വാദോരാതെ വിടുവായത്വം പറയുന്ന സച്ചിദാനന്ദൻ അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സച്ചിദാനന്ദൻ ഒരു വിടുവായനാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ വിടുവായത്വം പറയുന്ന സച്ചിദാനന്ദൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരുടെ പാർട്ടിക്കാരല്ലാത്ത ഒരാൾ ആ പ്രദേശത്തേക്ക് അടുപ്പിച്ചിട്ടില്ലല്ലോ. സച്ചിദാനന്ദന് വേറൊരു കുഴപ്പം കൂടിയുണ്ട്. പാർട്ടിക്കാരായ മാത്രം പോരാ, തൻ്റെ ഗ്രൂപ്പുകാരുമായിരിക്കണം. അതെ. ഇത്ര സെക്ടേറിയനായ ഒരാൾ ലിറ്ററേച്ചറിൽ വേറെ കണ്ടെത്താൻ കഴിയില്ല. സെക്ടേറിയൻ, ആൻ അഗ്ലി സെക്ടേറിയൻ, അതാണ് സച്ചിദാനന്ദൻ. കോൺഗ്രസിൻ്റെ കഷ്ടകാലം എന്താ വെച്ചാൽ ഇവരെല്ലാം ഇപ്പോൾ കോൺഗ്രസ്സായി. B. രാജീവൻ കോൺഗ്രസ്, സച്ചിദാനന്ദൻ കോൺഗ്രസ്, സാറാ ജോസഫ് കോൺഗ്രസ്, പിന്നെ ആരാണ്? ഇങ്ങനെ ഇവരൊക്കെ കോൺഗ്രസ്സായി. ഇവരെല്ലാവരും പറയണത് ഇയാളാകെ കുഴപ്പക്കാരനായിരുന്നു പിണറായി രണ്ടാമതൊരു ടേം വരാൻ എക്സ്റ്റെൻഡഡ് പീരീഡിൽ പ്രസിഡൻ്റായിട്ടിരുന്നുകൊണ്ടാണ് ഈ പറയുന്നത്. അതെ, കാലാവധി കഴിഞ്ഞിട്ട് നീട്ടിക്കൊടുത്ത കാലവും അവിടെ പ്രസിഡൻ്റായിരുന്നുകൊണ്ടാണ് ഈ വിടുവായ. അതുകൊണ്ടാണ് ഞാൻ സച്ചിദാനന്ദൻ വിടുവായനാണ് എന്ന് പറയാൻ കാരണം. ആ വിടുവായത്വമാണ് പറയുന്നത്. യുക്തിയുള്ളൊരുത്തിന് പറയാൻ കഴിയുമോ? തനിക്കിത് ബാധകമാണെന്ന് തോന്നുന്നൊരുത്തിന് അല്ലെങ്കിൽ അന്തസ്സായിട്ട് രാജിവെച്ചിട്ട് പറയണത്. അല്ലെങ്കിൽ അന്തസ്സായിട്ട് ഇതങ്ങനെ എവിടെ നിന്ന് രാജിവെച്ചിട്ടുണ്ട്? ഡൽഹിയിൽ നിന്ന് അടിച്ചിറക്കിയപ്പോഴാണ് അവിടം വിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഇവർ ചില ഈ സാംസ്കാരിക ഇടതുപക്ഷ നായകന്മാർ ഈ അവാർഡുകൾ തിരിച്ചു കൊടുത്തല്ലോ. അവാർഡേ കൊടുത്തുള്ളൂ, കിട്ടിയ കാശ് തിരിച്ചു കൊടുത്തില്ല. അല്ല, ആര് അവാർഡ് കൊടുത്തെന്ന്? സച്ചിദാനന്ദൻ അവിടെ ഇരുന്നുകൊണ്ട് എന്തെല്ലാം വൃത്തികേടാ ചെയ്തിരിക്കുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഇരുന്ന്. യാതൊരു നീതിബോധവും ഇല്ലാതെ പ്രവർത്തിച്ച സെക്രട്ടറിയാണ് സച്ചിദാനന്ദൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഇരുന്ന്. അവിടെ പോയി പതുക്കെ പറ്റിക്കൂടി. ഒരു PSC ടെസ്റ്റ് എഴുതി ജയിച്ചിട്ടില്ല സച്ചിദാനന്ദൻ ജീവിതത്തിൽ.
ഉണ്ടോ? ഇല്ല. അച്ഛന്മാരുടെ കാല് പിടിച്ചാണ് ക്രൈസ്റ്റ് ഇരിങ്ങാലക്കുട കോളേജിൽ ജോലി കിട്ടിയത്. അവിടെ വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള കുഞ്ഞാടായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇയാളുടെ എന്താണ് അനന്തമൂർത്തിയുടെ കാല് പിടിച്ച് MTA കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് അക്കാദമിയിൽ പോയിരുന്നത്. ആദ്യം അതിൻ്റെ എഡിറ്ററായിട്ട് പോയിരുന്നു. പിന്നെ അവിടെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതിൽ സെക്രട്ടറി ആയി. അവസാനം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആരൊക്കെ സഹായിച്ചു അവരെയൊക്കെ ദ്രോഹിച്ചു. ഈ സച്ചിദാനന്ദൻ അവിടെ ഇരിക്കുന്ന കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ സാംസ്കാരിക രംഗം ഇവർ കൈയടക്കി, അക്കാദമിക രംഗം ഇവർ കൈയടക്കി. അത് ഇനി നടക്കില്ല എന്നുള്ള കാര്യം ഇവരോട് പറഞ്ഞു കൊടുക്കണം ആരെങ്കിലും. അത് നടക്കില്ല. മാർക്സിസ്റ്റുകാർ ഈ പദവികളിൽ ഇരിക്കുന്നതിൽ ഒരു കുഴപ്പവും കാണാത്തവർ മാർക്സിസ്റ്റുകാരല്ലാത്തവർ വരുമ്പോൾ കിടന്ന് എരുവിരി കാണുന്നത് ഒരു കാര്യമില്ല. അതിനിപ്പോൾ ഗവർണറുടെ മെക്കിട്ട് കയറിയിട്ടോ അതിന് വിദ്യാർത്ഥികൾക്ക് എന്താ അതിനകത്ത് കാര്യമുള്ളത്? സർവകലാശാല VC ആരാവണമെന്ന് വിദ്യാർത്ഥികളാണല്ലോ തീരുമാനം. അതിന് ചില വ്യവസ്ഥകളില്ല. എന്താ പിന്നെ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് തീരുമാനിക്കട്ടെ. നാളെ എല്ലാ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടും പരീക്ഷയ്ക്ക് എന്ത് ചോദ്യം ചോദിക്കണം. അതെ, അതിപ്പോൾ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണല്ലോ പരീക്ഷ എഴുതാത്ത BA പാസ്സാകാത്തവന് MA പാസ്സാകുകയാണ്. എന്തൊരു കഷ്ടമാണിത്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും. ഒരുത്തനും BA പാസ്സായിട്ടില്ല. BA പാസ്സാകാത്തവന് MA പാസ്സായി ഡയറക്റ്റ് എൻട്രി ആയിട്ട് പറയുന്നത് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പറയണത്. മറ്റവർ വരുന്നുണ്ട് വരും. അവർക്ക് ഇഷ്ടപ്പെടണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇഷ്ടം നോക്കിയിട്ടല്ല ഇനി അക്കാദമിക രംഗത്ത് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അത് അവർ അവരുടെ കാലം കഴിഞ്ഞ്. മാത്രമല്ല, സുപ്രീം കോടതി ഗവർണർക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് പറയുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യും? അത് ഗവർണറുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതെ, അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ അവിടെ ഇരുന്നുകൊണ്ട് ആളുകളെ പേടിപ്പിച്ച് കാര്യം നടത്തുന്നത് കഴിഞ്ഞുപോയി. ഇനിയിപ്പോൾ അവർ പേടിച്ച് നടക്കണം. കാരണം എല്ലാവരും കൂട്ടത്തോടെ ജയിലിൽ പോകാൻ പോവുകയാണ്. കൂട്ടത്തോടെ. പാർട്ടി പ്രതിയായിട്ടുണ്ട് കരുവന്നൂർ കേസിൽ. അതെ, പാർട്ടി പ്രതിയാണ്. എന്തോ ആലോചിച്ച് നോക്ക്. സാധാരണ മനുഷ്യരുടെ കാശ് മോഷ്ടിച്ചതിന് പാർട്ടി പ്രതിയായിട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല എങ്ങനെ ഇതിനു മുമ്പ് പാർട്ടികൾ മോഷ്ടിച്ചിട്ടില്ല, പാർട്ടി നേതാക്കളെ മോഷ്ടിച്ചിട്ടുണ്ട്. പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് മോഷ്ടിക്കാൻ തീരുമാനിച്ചു. കമ്മിറ്റി കൂടി മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ രാധാകൃഷ്ണനൊക്കെ പെട്ടത്. അല്ലെങ്കിൽ രാധാകൃഷ്ണനൊക്കെ ഒന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ല. ഏതായാലും ഗവർണർ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ പോയി 6 ഏക്കർ വന്നപ്പോൾ കാതുകുത്തിയവൻ പോയപ്പോൾ കടുക്കനിട്ടവൻ വന്നു എന്ന് പറഞ്ഞ പോലെ. അതെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല, ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.